കവിതയിലേക്കും സർഗാത്മക ജീവിതത്തിലേക്കുമൊക്കെ പലതവണ ചർച്ചകളും അഭിമുഖങ്ങളും കടന്നു ചെന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുമുട്ടിയതിൽ നിന്ന് തുടങ്ങിയാൽ എങ്ങനെയാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് കവിക്ക് മുമ്പ് കവി പത്നി സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. സാറാദ്യം പറയട്ടെ. മഹാരാജാസ് കോളേജിലെ ഞാൻ പഠിപ്പിച്ച മലയാളം MA ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. പിന്നീട് ജീവിത പങ്കാളിയായി തീർന്ന സരോജിനി എന്ന ഈ ഇടതുവശത്തിരിക്കുന്ന സ്ത്രീ കഥാപാത്രം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സംസ്കൃതം പ്രൊഫസറുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രായമായതിനു ശേഷമാണ് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡെപ്യൂട്ടേഷനായിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം പൊതുവേ ഒരു സ്ത്രീ വിദ്വേഷി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആന്ധ്രയിൽ നിന്ന് ഒരു വലിയ പണ്ഡിതയുമൊക്കെ ആയിരിക്കുന്ന ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ സമപ്രായമുള്ള ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് വിവാഹം കഴിച്ചു. അപ്പോൾ എല്ലാവരും അമ്പരന്ന് അദ്ദേഹം തിരിച്ച് സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ ചോദിച്ചു, എന്തായി സാർ, അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയി ഇപ്പോൾ രണ്ടായിട്ട് വന്നല്ലോ എന്ന് പറഞ്ഞു. അത് പ്രേമവിവാഹമായിരുന്നു എന്നൊക്കെ പറയുന്നല്ലോ, സാറിന് പ്രേമിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് എപ്പോഴാണ് നമുക്ക് ജലദോഷം പിടിപെടുക എന്നറിയാൻ പറ്റുമെന്ന്. അതുപോലെയാണ്. അപ്പോൾ അതുവരെ ഏതാണ്ട് ചില നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതായ ചുട്ടവട്ടങ്ങളിലൊക്കെ സ്ത്രീകളെ നോക്കുന്നത് പോലും വലിയൊരു അപരാധമാണ് എന്ന മട്ടിലൊക്കെയാണ് ജീവിച്ചത്. അങ്ങനെ ഇഷ്ടപ്പെട്ടു. എങ്കിലും മറ്റു പലരും ധരിച്ചിരിക്കുന്നത് പോലെയോ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതുപോലെയോ അല്ല. ആദ്യമായിട്ട് ഇഷ്ടം ചോദിച്ചു. ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ പിന്നെ ഔപചാരികമായി അച്ഛനെയും അതുപോലെ വീട്ടുകാരെയും ഒക്കെ അറിയിച്ച് മുൻകൈയെടുത്തത് മഹാരാജാസ് കോളേജിലെ പ്രൊഫസർമാരായിരുന്നു. പക്ഷെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിന് ആദ്യം ആരാ മുൻകൈയെടുത്തത്? സംസാരിച്ചില്ല, ഒരു കുറിപ്പ് കൊടുത്തു. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, എന്തു പറയുന്നു എന്ന് ചോദിച്ചു. സംസാരിക്കാനൊക്കെ പേടിയായിരുന്നു ബേബി. ആദ്യം ക്ലാസ്സിൽ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒറ്റ കുട്ടിക്കും ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ 26 വയസ്സും എന്തോ ഉള്ളൂ അന്ന്, അത്ര ചെറുപ്പമാണ്. പക്ഷേ അവിടെയുള്ള എല്ലാ അധ്യാപകരും ഞങ്ങൾ MA സ്റ്റുഡൻസ് അല്ലേ, ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത് ഭയങ്കര ഗൗരവത്തിൻ്റെ ഒരു മുഖം മൂടിയാണ് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. മുഖംമൂടിയല്ല, ഞങ്ങൾ ഇതൊന്ന് ഉടച്ചെടുക്കണം. ഞങ്ങൾ റാഗ് ചെയ്യാൻ വരെ പല പദ്ധതികളും ഇട്ടതാണ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ. രസകരമായ ഒരു സംഗതി ഓർമ്മ വരികയാണ്. ഇവരൊക്കെ ഈ പെൺകുട്ടികൾ ക്ലാസ്സിലിരുന്ന് ഞാൻ പരസ്പരം ഓരോന്ന് പറഞ്ഞ് ചിരിക്കും. അപ്പോൾ ഞാൻ കൈയോടെ പിടിക്കും. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു വിഷമം തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു സിസ്റ്ററാണ്, കന്യാസ്ത്രീ. അവർ BA-ക്കും 2 കൊല്ലം എൻ്റെ കൂടെ പഠിച്ചതാണ്. പിന്നെ MA-ക്കും അതുപോലെ. MA ഫൈനൽ ഇയറാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ ഈ സിസ്റ്റർ അദ്ദേഹവും കൂടെ ചിരിച്ച് സംസാരിച്ചു. ഞാൻ സിസ്റ്ററിനെ എന്നെ ടീച്ചേഴ്സ് റൂമിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ക്ഷമിച്ചു പോയി. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ നർമ്മരസത്തിലൊക്കെ ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് ചിരിക്കുക, അപ്പോൾ സിസ്റ്ററിനോട് ഇതൊന്നും അരുതെന്ന് പറയേണ്ടി വന്നൊരു ദുഃഖമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ ആകെ വിഷമത്തിലായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, വെറുതെ സിസ്റ്റർ മുതലേ ഒരു വിദ്യാർത്ഥിനിയാണ്, പക്ഷേ മറ്റു കുട്ടികൾ ചിരിച്ച് സംസാരിക്കാനൊക്കെ പ്രോത്സാഹിപ്പിച്ചാലും സിസ്റ്റർ അവർക്ക് മാതൃകയായിട്ട് ഗൗരവമായിട്ട് ഇരിക്കണമെന്ന് അഡ്വൈസ്. വളരെ ജോളിയായൊരു സിസ്റ്ററായിരുന്നു എൻ്റെ ഫ്രണ്ട്. അതെ, വളരെ പക്ഷെ അന്ന് അവർക്ക് ഇന്നത്തെ അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കോൺവെന്റിലൊക്കെ അറിഞ്ഞിട്ട് വല്ല പ്രശ്നമാകുമോ എന്നൊക്കെ സാറ് വിളിപ്പിച്ച്. എന്നെക്കാൾ ഒരു വയസ്സ് കൂടുതലുണ്ട്. അതാണ് അതിൻ്റെ രസം. അപ്പം നിങ്ങൾ വിദ്യാർത്ഥിനികൾ ഒരു ഗൂഢാലോചന നടത്തി ONV സാറിനെ റാഗ് ചെയ്യാനൊക്കെ പരിപാടി ഇട്ടിട്ട്. പക്ഷേ ധൈര്യം ഉണ്ടായില്ല. ആരാ മുൻകൈ എടുക്കാന്ന് വന്നപ്പോൾ ആരുമില്ല, എല്ലാവരും പുറകോട്ട് മാറി. സാർ കൊല്ലത്താണ് ആദ്യത്തെ 6-7 വർഷം അച്ഛനെ ഒന്നിച്ച് ജീവിച്ചത്. അപ്പോൾ അച്ഛൻ അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. അന്നത്തെ ശ്രീപുരം പ്രജാ അസംബ്ലി മെമ്പറായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെതായ ഒരു അന്തരീക്ഷമാണ്
അതെ. ഒന്നുകിൽ ആളുകൾ സജീവമായി അതിൽ പങ്കെടുത്തിരുന്നു, അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനോട് വലിയ അടുപ്പം കാണിച്ചിരുന്നു. ഈ സ്വാതന്ത്ര്യ സമര പിന്നെ ഒരു പിൻനിരയുണ്ടായിരുന്നു. ആ പിൻനിരയിലായിരുന്നു അച്ഛൻ. അദ്ദേഹം മുമ്പിൽ വൈദ്യനാണ് തൊഴിൽപരമായിട്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര നേതാക്കളും സേനാനികളുമൊക്കെ രോഗികളെന്ന നിലയ്ക്കും അല്ലാതെ ചില സാമൂഹിക പ്രവർത്തനം ഉള്ളതുകൊണ്ടൊക്കെ വീട്ടിൽ വരും. അങ്ങനെ ഒരിക്കൽ പട്ടംതാനുള്ള സാറിനെ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ സി കേശവനെ, പിന്നെ ടി എം വർഗീസ് എപ്പോഴും വരുമായിരുന്നു. കാരണം അദ്ദേഹം കൊല്ലത്ത് തന്നെയായിരുന്നു. കുമ്പളം. അതെ, ഇല്ല, കുമ്പളം എൻ്റെ അച്ഛനുമായിട്ടല്ല, എൻ്റെ അപ്പൂപ്പനുമായിട്ടാണ്. എൻ്റെ അപ്പൂപ്പൻ പലരെയും ഗുസ്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കായിക വിദഗ്ധനായിരുന്നു. കുമ്പളവും കുറച്ചു കാലം ശിക്ഷയപ്പെട്ടിട്ടുണ്ടെന്നാണ് കേൾവി. എനിക്കറിഞ്ഞുകൂടാ, കേട്ടിട്ടുണ്ട്. കാരണം എൻ്റെ അപ്പൂപ്പൻ മരിക്കാൻ കിടക്കുമ്പോൾ വളരെ ദുഃഖിതനായിട്ട് അടുത്ത് വന്ന് കുറേ നേരം നിന്ന കുമ്പളത്തിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. സാറിൻ്റെ ഏറ്റവും പുതിയ രചനയായ ദിനാന്തത്തിൽ അച്ഛൻ ചികിത്സയ്ക്കായി പോകുന്നതും ആ ട്രെയിനിൽ കയറി യാത്രയാകുമ്പോൾ ഒരു മിന്നായം പോലെ അപ്രത്യക്ഷമാകുമ്പോൾ അത് അവസാനത്തെ കാഴ്ചയായിരിക്കുമെന്ന് വിചാരിച്ചില്ല. ആ ഒരു പ്രത്യേക ഭാഗം ഭൂമിയുടെ അറ്റത്തേക്കെന്നോ മറ്റോ പറഞ്ഞ് മുൻപൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എല്ലാം പറഞ്ഞു വരുമ്പോൾ ഇത് ഒഴിവാക്കാൻ വയ്യാത്തത് കൊണ്ട് വീണ്ടും ദിനാന്തത്തിൽ അത് പറയേണ്ടി വന്നതാണ്. ജീവന്നു ജീവനമാകുന്നു മറ്റൊരു ജീവൻ എന്നച്ഛൻ പറഞ്ഞതോർക്കുന്നു ഞാൻ. ആയില്ലതിൻ പൊരുളെന്നു ഗ്രഹിക്കുവാൻ ആയ കാലത്തോ വിട ചൊല്ലി അച്ഛനും. നീങ്ങുന്ന വണ്ടിതൻ ജാലകത്തിൽ കൂടി നീളുന്നൊരാർദ്രമാം നോട്ടമായി മാഞ്ഞുപോയി. പിന്നെ തിരികെ വന്നെത്തിയതസ്ഥിയും വെണ്ണീറുമായൊരു മൺകലശം മാത്രം. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛൻ മദിരാശിയിലെ ഡോക്ടർ പണ്ടാലാസ് നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായൊരു നഴ്സിംഗ് ഹോമിലേക്ക് പോയി. പണ്ടാല വലിയ സുഹൃത്തായിരുന്നു. ഈ പണ്ടാലയ്ക്ക് എന്തെങ്കിലും ആയുർവേദ ചികിത്സയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അച്ഛനെ വിളിക്കും. പണ്ടാലയെ കൊണ്ട് ചെയ്യേണ്ട പ്രത്യേകിച്ച് അലോപ്പതിയിൽ വല്ലതും ഉണ്ടെങ്കിൽ അച്ഛൻ അവിടെ ചെല്ലും, അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ പണ്ടാല പറഞ്ഞു, ഓയൻ എന്നാണ് വിളിക്കുന്നത്, ഓയൻ ഇങ്ങ് വന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ മാതിരി മദിരാസിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടുന്ന് ഫ്ലൈറ്റും അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ ട്രെയിനിലാണ് പോവുക. ട്രെയിനിലെ ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ ബുക്ക് ചെയ്ത് പോവുക. അപ്പോൾ അച്ഛനും നമുക്ക് ഒരു ബന്ധുവും കൂടി പോകുന്നു. ഞാനും അമ്മയും ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്രയാക്കുന്നു. അപ്പോൾ യാത്രയാക്കുമ്പോൾ അച്ഛന് എന്നെ സംബന്ധിച്ച് ഈ എന്തോ ഒരു താൻ ഈ മകന് പ്രയോജനപ്പെടില്ല എന്നെന്തോ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു. പലപ്പോഴും എന്നെ മടിയിലിരുത്തി പറയുമായിരുന്നു, എൻ്റെ കൈയൊക്കെ തടവി പറയുമായിരുന്നു, ഞാൻ നിനക്ക് ഉതകം തോന്നുന്നില്ല എന്ന് പറയുമായിരുന്നു, പക്ഷേ നിനക്ക് ഒന്നിനും മുട്ടുവരില്ല എന്ന് പറയും. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് പേരെ ചികിത്സിച്ചതിൻ്റെ ഒരു സുഹൃതമുണ്ട്, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറേ നന്മകൾ ചെയ്താൽ അതിൽ നിന്ന് ഊറിക്കൂടി വരുന്ന ഒന്നിനാണ് ഈ സുഹൃതം എന്ന് പറഞ്ഞത്. സുഹൃതമാണ്. അങ്ങനെ അച്ഛൻ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമായിട്ട് ഒന്നിനും മുട്ടു വന്നില്ല. പക്ഷേ അച്ഛൻ്റേതായിരിക്കുന്ന നേരിട്ടുള്ള സഹായമൊന്നും കിട്ടിയില്ല. അങ്ങനെ അച്ഛൻ അവസാനം എന്നെ പ്രത്യേകിച്ച് നോക്കി ഇങ്ങനെ കൈവീശിപ്പോയി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ ഒരു സംഗീതപ്രിയനായ ഒരു സ്റ്റേഷൻ മാഷുണ്ടായിരുന്നു, ഒരു തമിഴ് ബ്രാഹ്മണൻ. അദ്ദേഹത്തെ ആയിട്ട് വലിയ സ്നേഹത്തിലായിരുന്നു അച്ഛൻ. സംഗീതത്തിൽ ഈ ഗായകനല്ല, പക്ഷേ സംഗീതത്തെ പറ്റി വളരെയധികം അറിവുള്ള ആളാണ്. അങ്ങനെ ആ സ്റ്റേഷൻ മാഷുടെ മുറിയിൽ പലപ്പോഴും വൈകുന്നേരത്ത് അച്ഛൻ ചെന്നിരിക്കും, എന്നെയും കൊണ്ടുപോകും. അങ്ങനെ പോകുമ്പോഴുണ്ടായ ഒരു സംഭവമാണ് പാളങ്ങൾ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടി എനിക്ക് വാങ്ങിച്ചു തന്ന ചോക്ലേറ്റിൻ്റെ ഈ പൊതി, കടലാസ് വർണ്ണ പൊതി പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങിയപ്പോൾ ആ കുട്ടി അതിർത്ത് ഇങ്ങനെ മണപ്പിക്കുന്നത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. അപ്പോൾ അച്ഛൻ ആ കുട്ടിയെ വിളിച്ചെന്തോ പൈസ കൊടുത്തു. അതിനെപ്പറ്റിയാണ് ആ കഥ. വാത്സല്യപൂർവമെന്നച്ഛൻ എനിക്കൊരു
ചോക്ലേറ്റു തന്നതു നുള്ളിപ്പൊളിച്ചതിൻ വർണ്ണപ്പൊതിക്കടലാസു വലിച്ചെറിഞ്ഞൊന്ന മധുരം കൊതിച്ചു രുചിക്കവേ തെണ്ടി നടക്കുമൊരു കുട്ടിയ വെറും തുണ്ടുകടലാസെടുത്തു മണപ്പിച്ചു മിണ്ടാതെ നോക്കിയിരിപ്പതു കണ്ടു ഞാൻ. അച്ഛൻ കനിഞ്ഞു കൊടുത്തൊരു പിത്തളത്തട്ടുമാ ചോക്ലേറ്റിൻ മണം വിട്ടുമാറാത്ത വർണ്ണക്കടലാസുമായി പാളത്തിലൂടെ ആ കുട്ടി നടന്നു പോയി. പായുന്ന വണ്ടിയിൽ ഈ വഴി അച്ഛനും യാത്രയായി. ആതുരശാന്തിക്കകലത്തെ ആസ്പത്രിയിലേക്ക് വന്നതില്ലിതുവരെ. അച്ഛന് സംഗീതം പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു മകന്. ഒരു ഹാർമോണിയം വാങ്ങിച്ചു തന്നു. എന്നാൽ അച്ഛൻ്റെ വേർപാടിനെ തുടർന്ന് അത് മുന്നോട്ട് പോയില്ല. അച്ഛൻ്റെ വേർപാട് വീട്ടിൽ ഉണ്ടാക്കിയത് ഒരു പെട്ടെന്ന് ഇങ്ങനെ പറന്നു പോകുന്ന വിമാനം പെട്ടെന്ന് ഒരു എയർ പോക്കറ്റിൽ താഴോട്ട് വീഴുന്നത് പോലെയുള്ള അനുഭവമാണ് കുടുംബത്തിൽ മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പോൾ കൊല്ലത്ത് വളരെ പ്രൗഢിയിലൊക്കെ താമസിച്ചിരുന്ന വൈദ്യശാലയൊക്കെ ഇട്ടിരുന്ന ഒരു വലിയ ഒരു വാടക വീടായിരുന്നു. അച്ഛൻ്റെ തറവാട് അങ്ങ് പടിഞ്ഞാറേ കൊല്ലത്താണ്. അപ്പോൾ ഈ പ്രൗഢിയോടുകൂടി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഒരു ദിവസം അച്ഛൻ്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ചവറയിൽ വന്നപ്പോൾ ഇന്നത്തെ ചവറയൊന്നുമല്ല, ഇതിപ്പോൾ ചവറ ഏതാണ്ട് കൊല്ലം ടൗണിൻ്റെ ഒരു വാർഡ് പോലെയാണ്. അന്ന് അവിടെ താരട്ട റോഡില്ല, വഴിവിളക്കില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ആ ഒരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ തറവാടിൻ്റെ ആ തിണ്ണയ്ക്ക് വന്നിരിക്കുമ്പോൾ അച്ഛൻ്റെ അഭാവത്തിൻ്റെ ശൂന്യതയും ഈ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ശൂന്യതയും ഒക്കെ കൂടി ചേർന്നൊരു വല്ലാത്ത ഒരു ഇരുട്ടിലേക്ക് വീണതുപോലെ ഒരു തോന്നലുണ്ടായി. അത് ഒരുപക്ഷെ എന്നെ കുറച്ച് കൂടുതൽ അന്തർമുഖനാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് സമപ്രായക്കാരായ കുട്ടികളൊന്നും എൻ്റെ വീട്ടിലില്ല. പിന്നെ തൊട്ടപ്പുറത്തൊക്കെയുള്ള ബന്ധുവീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെടത്തക്ക തരത്തിലുള്ള യോഗ്യതകളൊന്നും വലുതായിട്ടില്ല. അവരുമായിട്ടൊന്നും വലിയ കളിക്കാൻ പോകാനൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനവിടെ അച്ഛൻ്റെ ഒരുപാട് ഈ കവിതകളൊക്കെ വരുന്ന മാസികകളും ഒരുപാട് മാസികകളുടെ ശേഖരങ്ങൾ ബൈൻഡ് ചെയ്ത് വെച്ചത്, കുറേ പുസ്തകങ്ങൾ, ആ അലമാരി, ഇപ്പോഴും അലമാരി അവിടെയുണ്ട്, കുറേ പഴയ പുസ്തകങ്ങൾ അതിലിപ്പുണ്ട്. അതൊക്കെ എടുത്ത് നോക്കുകയും പിന്നെ മുറ്റത്ത് ഞാൻ 4 മണിപ്പൂക്കൾ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഈ പൂക്കളോടൊക്കെയാണ് സംസാരിക്കുക, മൗനഭാഷയിലാണ്. പൂക്കളും മൗനമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ പൂക്കളുമായിട്ട് മുറ്റത്തെ പുഷ്പങ്ങളെ നിങ്ങളൻ ചങ്ങാതിമാർ ഉറ്റവർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. അതൊരു ആത്മകഥയുടെ ഒരു വരിയത്. എല്ലാമേ പൂമുറ്റത്തു കരിഞ്ഞു പോകേ, മണ്ണിന്നല്ലലിൽ പകർന്നൊരു നേരിയ കുളിർ പോലെ, ഫുല്ലമാമൊരു നവോന്മേഷത്തിൻ കതിർ പോലെ, മെല്ലെ ഇങ്ങൊരു ചെടിച്ചില്ല പൂച്ചൂടുന്നല്ലോ. പുലർച്ചയ്ക്കൊരു 100 പൂവുകൾ ചിരിക്കെ കണ്ണടച്ചു കിടന്നതാണേ 4 മണിപ്പൂക്കൾ. ഉണരാൻ കൂട്ടാക്കീല തെന്നൽ പുച്ഛിച്ചു വെറും ഉണക്കപ്പൂമൊട്ടുകൾ. അന്തരിന്ദ്രിയങ്ങളാൽ വെളിച്ചം നുകർന്നും തൻ തപസ്സിൻ ചൂടാൽ കൊടും വെയിൽ ചൂടിനെ വെന്നും പുഞ്ചിരിക്കയാണിപ്പോൾ. ഒരു ദുഃഖത്തിൻ വെയിലാറുമെൻ മനസ്സിലും ഒരു പൂവിരിയുന്നല്ലോ, പേരിടാനറിയില്ല. ആയിരത്തി 1946 അതെ, ഏതാണ്ട് 15 വയസ്സ് എത്തുമ്പോഴാണ് രാജ്യാഭിമാനിയിൽ അതെ, മുന്നോട്ട് എന്ന ആദ്യത്തെ കവിത വരുന്നത്. എൻ്റെ വീട്ടുകാർക്ക് പോലും ഞാൻ എഴുതുമെന്ന് അറിയില്ലായിരുന്നു. 47 ഈ കവിത അച്ചടിച്ച് വന്നപ്പോഴാണ് എൻ്റെ ഒരു പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രായം കൊണ്ട് വളരെ വ്യത്യാസമുള്ള ഒരു എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവുണ്ട്. അദ്ദേഹം
ആയിരുന്നു ശരിക്കും ഒരു രക്ഷകർത്താവ്. അദ്ദേഹം ഞാൻ കവിത എഴുതുമെന്ന് കൊല്ലത്തുനിന്ന് ഈ പത്രം കണ്ടപ്പോൾ വലിയ സന്തോഷത്തോടെ അത്ഭുതത്തോടെ ഒരു കോപ്പി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഒന്നും പറഞ്ഞില്ല, എൻ്റെ മുമ്പിൽ അവിടെ ഇട്ടു. അങ്ങനെയാണ് ആ കവിത മുന്നോട്ട്. 51 ആദ്യത്തെ പുസ്തകം ആലപ്പുഴയിലെ ഒരു പ്രസ്സിൽ, അതെ, ചലനം പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞു. ചലനം പബ്ലിഷേഴ്സിൻ്റെ ആയിട്ട് ഇറങ്ങിയാണ്. അല്ലാതെ മറ്റാരുമല്ല, നമ്മളുടെ ചവറ തെക്കും ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഒരു പി കാർത്തികൻ ഉണ്ടായിരുന്നു. കാർത്തികൻ എൻ്റെ സീനിയറായിട്ട് യൂണിവേഴ്സിറ്റി അവിടെ സ്കൂളിൽ പഠിച്ചിരുന്ന. അപ്പോൾ കാർത്തികൻ എൻ്റെ ഈ കവിത എഴുത്തിനോട് വലിയ ഒരു മതിപ്പും സ്നേഹവും ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറേ കവിതകൾ എൻ്റെ കയ്യിൽ നിന്ന് കാർത്തികൻ തന്നെ, അയാൾക്ക് ആലപ്പുഴയായിരുന്നു അയാളുടെ അച്ഛന് ജോലി. അവിടെ ഏതോ ഒരു പ്രസ്സിൽ കൊണ്ടുവന്ന് അച്ചടിച്ച് അയാൾ തന്നെ ഈ 1000 കോപ്പിയും ഇങ്ങനെ 50 കോപ്പി വീതം പൊതിഞ്ഞ് അയാളുടെ വീട്ടിൽ കൊണ്ടുവച്ച് ചലനം പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് അയാളുടെയാണ്. ആ പി കാർത്തികനൊന്നും ഇപ്പോൾ ഇല്ല. കാർത്തികനൊന്ന് വലിയ ദേശാഭിമാനിയായിരുന്നു ആദ്യം. മഹാത്മാഗാന്ധി മധുരയിൽ വന്നപ്പോൾ ഗാന്ധിയെ കാണാനായിട്ട് കാർത്തികൻ പോയി. കാർത്തികൻ്റെ അച്ഛന് കുറച്ച് പണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകാൻ നിവൃത്തിയില്ലല്ലോ എന്ന് വെച്ച് ഖേദിച്ചു നിന്നതാണ്. അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ കാർത്തികൻ പിന്നീട് ഞങ്ങളെല്ലാവരും അവിടുത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ വിദ്യാർത്ഥികളായി തീർന്നു. മംഗളോദയത്തിൽ തന്നെ കൗമാര പ്രായത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോഴാണ് കവിത അച്ചടിച്ചു വന്നു. അതുപോലെ തന്നെ 1949 തോന്നുന്നു കൊല്ലത്ത് വെച്ച് നടന്ന പുരോഗമന സാഹിത്യ സമ്മേളനത്തിൽ അന്ന് നടന്ന കവിതാ മത്സരത്തിൽ ചങ്ങമ്പുഴയുടെ പേരിലുള്ള മെഡൽ അത് യുവാവായിട്ടുള്ള ONV സാറിനാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അക്കാലത്ത് വളരെ മുതിർന്ന പല കവികളും മത്സരത്തിന് അന്ന് അത് കുട്ടികൾക്കുള്ള മത്സരമായിരുന്നില്ല. അത് ആർക്കും പങ്കെടുക്കാവുന്ന ചങ്ങമ്പുഴ മെഡലിന് അർഹമായിട്ട് കവിത അയക്കുക. അങ്ങനെ പലരും അയച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും അതും ഈ പറഞ്ഞതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ പേര് മലയാള രാജ്യമാണെന്ന് വീട്ടിൽ വരുന്ന ഒരു പത്രം, മലയാള രാജ്യത്തിൽ ഇങ്ങനെ ചവറയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇങ്ങനെ കിട്ടി എന്ന് പറയുമ്പോൾ വല്ലാത്ത അത്ഭുതം. തകരുകയായി പരുധികളൊരു നാളിൽ, ചിറകടിച്ചണയുകയായി കുയിലുകളാ താഴ്വര തന്നിൽ. തലമുറകൾ കൂരിരുളിൻ വായ്ത്തലകൾ തല കൊയ്തൊരു തലമുറകളടിയുമാ താഴ്വര തന്നിൽ. ഇരുളിൻ്റെ മുടിവാഴ്ചകൾ വിരചിച്ചൊരു കെടുനീതിയിൽ നരകിച്ച കുടിലുകൾ അവിടെയെങ്ങും. അതെ, അത് വാങ്ങിക്കാൻ കൊല്ലത്ത് ബേബി ടോക്കീസിൽ കൂടുന്ന പുരോഗമന സാഹിത്യ സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ വെച്ച് കെ അബ്ബാസാണ് മൊത്തത്തിൽ ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് സമ്മാനം തരുന്നതാണെന്ന് പൊൻകുന്നം വർഗീസ് സാറിൻ്റെ കൈവശത്തിൽ ഒരു കാർഡ് കിട്ടി. ആ കാർഡൊന്നും ഇപ്പോൾ ഇല്ല, സൂക്ഷിച്ച് വെച്ചേക്കണ്ടായിരുന്നു പിന്നെ തോന്നി. ഒന്നും സൂക്ഷിച്ച് വെച്ചില്ല കേട്ടോ, എൻ്റെ ജോലിയാണ്. ഞാൻ വന്നതിന് ശേഷമുള്ള കുറേ എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ONV സാറിനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഏറ്റെടുത്തിട്ടുള്ള ജോലി. അത് ഏറ്റവും സ്തുത്യർഹമായി നിർവഹിച്ചു എന്നുള്ളത് ഇപ്പോൾ സൂക്ഷിക്കാവുന്നതിലധികമായതിൻ്റെ പേരിൽ എന്നോട് ദേഷ്യപ്പെടാറുണ്ട് എല്ലാവരും. എനിക്ക് വയ്യാണ്ടായി, അതുകൊണ്ട് ആവുന്ന കാലത്ത് അന്ന് പിന്നെ സ്വർണ്ണ മെഡൽ എന്നെല്ലാം പറഞ്ഞിട്ടൊരു കവർ ഏൽപ്പിച്ചുകൊണ്ട് പൊൻകുന്നം വർക്കി ചേട്ടൻ, അനുജ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, മാറ്റി വിളിച്ച് പറഞ്ഞ് കുട്ടാ ഇതിനകത്ത് മെഡലൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ സാർ പറഞ്ഞു. കെ ഒരുപാട് അബ്ബാസും പത്നിയും ഉണ്ടായിരുന്നു. അബ്ബാസിനെയും പത്നിയെയും കൊല്ലത്തിൻ്റെ പരിസരത്തിൽ അഷ്ടമുടി കായൽ അവിടെയൊക്കെ കാണിച്ച് കേരളത്തിലെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ബോംബെയിലേക്ക് ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ അയക്കാൻ കാശില്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം കൊല്ലത്ത് പ്രമാണിമാരായ വി ഗംഗാധരൻ നമ്മുടെ സ്പീക്കറായിരുന്നു, നമ്മുടെ രാജ്മോഹൻ സാറിൻ്റെ അച്ഛൻ, പിന്നെ എ റഹീം, ഇവരൊക്കെയാണ് ഈ ഈ പുരോഗമന സാഹിത്യ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം നേതാക്കൾ. അവരെല്ലാം കൂടെ ചേർന്ന് ടിക്കറ്റ് എടുത്തു കൊടുത്താണ് യാത്രയാക്കിയത്. സാറിന് 25 വയസ്സ് തികയുന്ന സമയത്താണ് ദാഹിക്കുന്ന പാനപാത്രം എന്ന 45 കവിതകളുടെ സമാഹാരം വരുന്നത്. അന്ന് നിരൂപകൻ എന്നുള്ള നിലയിൽ ഇരുത്തം വന്ന സർവരും ആദരിക്കുന്ന പണ്ഡിതശ്രേഷ്ഠനായ മുണ്ടശ്ശേരി മാഷാണ് അതിന് പ്രൗഢമായിട്ടുള്ള അവതാരിക എഴുതിയിട്ടുള്ളത്. ആ അവതാരികയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു നിരീക്ഷണം,
പിന്നീട് ചരിത്രമായിട്ട് മാറി. അതെ. ഒരു ആയുസിൻ്റെ സർഗകർമ്മം പൂർത്തീകരിച്ചിട്ട് ആയുസിൻ്റെ ജോലി പൂർത്തീകരിച്ചിട്ട് മറ്റൊരു ആയുസിൻ്റെ പണിക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു വലിയ സർഗപ്രതിഭയുടെ തലയ്ക്ക് പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രശംസയായിരുന്നു അത്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ചങ്ങമ്പുഴയുടെ ശൈലിയുടെ വലിയൊരു സ്വാധീനം അന്നത്തെ എഴുത്തുകാരെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പറയാറുള്ളത് കലശലായ സ്വാധീനം എന്നാണ്. ആ ശൈലിയിൽ നിന്നുള്ള ഒരു കുതറിമാറൽ, എന്നാൽ അതിൻ്റെ നന്മകളും അതിൻ്റെ പരിമളവുമൊക്കെ ഉൾക്കൊള്ളാനുള്ള സർഗസിദ്ധി, ഇതെല്ലാം സാറിൻ്റെ തലമുറയ്ക്ക് അതിൽ ഏറ്റവും കൂടുതൽ സാറിൽ പ്രകടമായിരുന്നു. അതിനുശേഷമുള്ള സാറിൻ്റെ വളർച്ചയിലെ ഈ കരുതൽ, അതിൻ്റെ പ്രചോദനവും അതിൻ്റെ രസതന്ത്രവും സാറിന് വിശദീകരിക്കാൻ കഴിയും. ഒരു കവി എന്ന തരത്തിൽ ഈ വളർച്ചയ്ക്ക് വളരെയധികം ഞാൻ ഒന്നുമല്ലാതിരുന്ന കാലത്ത് നിർണായകമായ പങ്ക് വഹിച്ച എൻ്റെ അനൗപചാരിക ഗുരു എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് മുണ്ടശ്ശേരി മാഷയാണ്. ഒരു വിത്തിനകത്തുനിന്ന് ഒരു മുള പൊട്ടി മേലോട്ട് വരുന്നതിന് ഇങ്ങനെ സന്നദ്ധമായിരിക്കുമ്പോൾ ഒരു ഇടിവെട്ടുണ്ടാകുമെന്നും ഇടിവെട്ട് കേട്ടുമ്പോൾ വിത്ത് തനിയെ ഞെട്ടിപ്പിളർന്ന് അങ്ങനെയാണ് ഇത് കിളിർക്കുന്നതെന്നൊക്കെ ഈ പഴയൊരു കവി വിശ്വാസമുണ്ട്. ഏതാണ്ട് അതുപോലെയാണ്. മുണ്ടശ്ശേരി മാഷങ്ങൾ ഇങ്ങനെ ഗർജിക്കുന്ന ആളുമാണ്, മേഘഗർജനമാണ്. കൈ രണ്ടും മുമ്പിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നുള്ള മേഘഗർജനം അത് പിന്നീട് ആരിൽ നിന്നും കേട്ടിട്ടില്ല. ഗർജനങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷേ അർത്ഥവത്തായ ഗർജനം മാഷിൽ നിന്നതുപോലെ പിന്നെ സാഹിത്യത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള മാഷ് എനിക്ക് ഞാൻ ആദ്യം അയച്ചു കൊടുത്ത മംഗളോദയത്തിൽ അയച്ചു കൊടുത്ത കവിത ഒരു പേജിൽ മുഴുവനായി പ്രസിദ്ധീകരിക്കുകയും നിങ്ങളുടെ കവിത ഇതിൽ ചേർത്തിട്ടുണ്ട്, ഇനിയും എഴുതണം, അത്രയേ ഉള്ളൂ. എം എന്ന് ചെറിയ അക്ഷരം, ജെ എന്ന് വലിയൊരക്ഷരം, ഒരു കാർഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ കിട്ടുന്നു. അന്നത്തെ ഒരു പയ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ചുള്ള. അപ്പോൾ എന്നിട്ടും ഇത് ഞാനെടുത്ത് പലരെയും കാണിക്കുമ്പോൾ ഇത് ഞാൻ എഴുതിയതാണോ എന്തൊക്കെയുള്ള രീതിയിലാണ് ചില കൂട്ടുകാർ കുസൃതികൾ ഇങ്ങനെ താൻ എഴുതിയത് തന്നെയാണോ ഈ അയച്ചു കൊടുത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ മാഷ് ഇത് ഓർത്തിരിക്കുന്നു, അതാണ്. മേലേ കിഴക്കേ മാനത്തെന്തോരു ചേലായി കാണുന്ന വെള്ളിമല, പൊട്ടിച്ചിരിക്കുമ പഞ്ചാരമണൽ തിട്ടകളാരുടെ കൈവേല, കണ്ണൊന്നടച്ചു തുറക്കും മുമ്പാരോ കൊന്ന പൂക്കൾ വിരിച്ചല്ല, ഒന്നൊന്നായിട്ട് 1000 ഇതളൊന്നിച്ചു മഞ്ഞപ്പട്ടുപോലെ, താഴെ നാരെ വലിച്ചുയർത്തുന്നൊരു താമരനാരു കൊരുത്തവല, തങ്ങിക്കുരുങ്ങിക്കിടക്കുന്നതെന്തേ പൊങ്ങി വരുന്നൊരു പൊൻചക്രം, മേലേ കിഴക്കേ മാനത്തെന്തോരു ചേലായി കാണുന്ന വെള്ളിമല, പൊട്ടിച്ചിരിക്കുമ പഞ്ചാരമണൽ തിട്ടകളാരുടെ കൈവേല. ഈ കവിതയുടെ മേലേ കിഴക്കേ മാനത്തെന്തൊരു ചേലായി കാണുന്ന വെള്ളിമല, കണ്ണൊന്നടച്ച് തുറക്കും മുമ്പാരോ സ്വർണ്ണപ്പൂക്കൾ പിരിച്ചല്ല, ഒന്നൊന്നായിട്ട് 1000 ഇതൾ ഒന്നിച്ച് മഞ്ഞപ്പട്ടുപോലെ എന്നൊക്കെ പറഞ്ഞ് ഒരു പുലർകാലത്തിൻ്റെ ശോഭ വർണ്ണിക്കുകയാണ് ഒരു നാട്ടുംപുറത്തുകാരൻ കൃഷിക്കാരൻ്റെ മനസ്സിലൂടെ. ഘട്ടം വീഴുന്നു. അതെ. എന്നിട്ട് അവസാനം അയാൾ പറയുകയാണ്, പിന്നെ ഇത് ഈ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ സമയമില്ല, പോണം വേലയ്ക്ക് നേരത്തെ എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. അപ്പോൾ ഈ സൗന്ദര്യം ആസ്വദിക്കാനൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ഒരു ചിന്ത അതിൻ്റെ കീഴിലുണ്ട്. കാരണം നമുക്ക് പണി ചെയ്യാൻ പോകണം, അവിടെ എന്ത് സൗന്ദര്യ ആസ്വാദനം എന്ന അവൻ്റെ ഒരു നേരിയ ഒരു ദുഃഖം അതിനകത്തുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് പിന്നെ എന്തോ വന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ചവറയിലെ അനുഭവത്തിൽ നിന്ന് വന്നതാണ്. ഒരായുസിൻ്റെ പണി എന്ന് പറയുന്നത് ഒരായുഷ്കാലം കൊണ്ട് തന്നെ മാറ്റിയെടുക്കേണ്ടതാണ് നമ്മുടെ ഭാഷയെ സംബന്ധിച്ച്, കാവ്യ ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള ഈ പുതിയ കാഴ്ചപ്പാട്.
അത് ഇയാൾ തുടർച്ചയായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് കണ്ടതിലുള്ള സന്തോഷം. സാറിൻ്റെ രചനകളിലെല്ലാം പ്രമേയങ്ങളിൽ ദുഃഖവും ദുരിതവും അവസാനിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും സ്വാതന്ത്ര്യത്തോടുള്ള അഭിവാഞ്ചിയും ഇതെല്ലാം ഒരു രക്തസഞ്ചാരം പോലെ കാണാൻ കഴിയും. അതേസമയം കവിതയുടെ ശില്പത്തിൽ കാലോചിതമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സാർ വരുത്തിയിട്ടുണ്ട്, സാറിൻ്റെ ആദ്യകാല രചനകൾ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ. എന്നാൽ മൊത്തത്തിൽ കവിത ഛന്ദോബദ്ധമായിരിക്കണം എന്ന ഒരു നിഷ്ഠ അത് സാറ് പുലർത്തി പോന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ദ്വിതീയാക്ഷരപ്രാസം തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാനലിന് വേണ്ടി സാർ എഴുതിയിട്ടുള്ള വരികളിലെ സാങ്കേതികമായ ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയേണ്ടതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീലവാനിനു കീഴിലായി എന്നാലും അലയാഴിതൻ തീരഭൂവിലായി ജാലകം തുറന്നിടുക മലയാളമാം ശില്പചാരിത. ദ്വിതീയാക്ഷരപ്രാസം തന്നെയാണ്. പക്ഷേ വളരെ മനോഹരമായി അർത്ഥദീപ്തമായി ഇത് വന്നത് ഇതിനോട് എനിക്ക് താരതമ്യപ്പെടുത്താൻ തോന്നുന്നത് വൈലോപ്പിള്ളിയെ മാത്രമാണ്. കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവോൾ എന്ന് പറയുന്നുണ്ട്. അവിടെ യമകാലങ്കാരവും ഉണ്ട്, ദ്വിതീയാക്ഷരപ്രാസവും ഉണ്ട്. പക്ഷേ ഈ അലങ്കാരവും പ്രാസവുമായിട്ടല്ലത്, അർത്ഥം ഇങ്ങനെ വാർന്നു വീഴുകയാണ്. ഇവിടെ എലിയട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ജെനുവിൻ പോയട്രി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ബിഫോർ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളാണ് സാറിൻ്റെ രചനകൾ. പുതിയ തലമുറ ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത് സാറിന് സാധ്യമാവുന്നതിന് പിന്നിലുള്ള ഈ കാവ്യശിക്ഷണം എന്താണെന്ന് സാറിന് പറയാൻ പറ്റും? അത് ഒരു സ്വയം ശിക്ഷണത്തിൻ്റെ ഫലമായി വന്നതാണ്. ദ്വിതീയാക്ഷരപ്രാസം അങ്ങ് വന്നു പോകുന്നതാണ്. വന്നു പോയാൽ മാത്രമേ ഞാനത് സ്വീകരിക്കൂ. മനഃപൂർവ്വം അതിനുവേണ്ടി ശ്രമിക്കില്ല. മനഃപൂർവ്വം ശ്രമിച്ചു വന്നാൽ വളരെ മോശമാവുകയും ചെയ്യും, പരമപോറായിരിക്കും. കായംകുളത്തൊരു കറുത്ത കടത്തുകാരൻ കായും കുറച്ചു കയറും കലവും കയറ്റി കായൽക്കു മധ്യ വരുമപ്പൊഴുതായവൻ പങ്കായം കളഞ്ഞു കരയാതെ കരഞ്ഞു കഷ്ടം എന്ന് ഇതിൻ്റെ പരിഹാസ്യതയെ ഉദാഹരിക്കാൻ പണ്ടും ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. ആ തരത്തിലുള്ള പരിഹാസ്യമായ തരത്തിൽ പ്രയോഗിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്നു. എന്തെന്ന് വെച്ചാൽ അത്തരം ഈ കവിതയെ സംബന്ധിച്ചുള്ള നമ്മുടെ വായിച്ചുള്ള ശീലങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് വന്നതാണ്. സാറ് ഇടതുപക്ഷവുമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടും വളരെ ഉറ്റ ആത്മബന്ധം എന്നും പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് സാറിൻ്റെ ഒരു കരുത്തായിട്ടാണ് ഞങ്ങൾ പലരും കാണുന്നത്, സമൂഹം കാണുന്നത്. അത് ദൗർബല്യമായി കരുതിയാലും കുഴപ്പമില്ല. ചില വിശുദ്ധ ദൗർബല്യങ്ങളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ കൂട്ടാം. എന്നാൽ സാർവദേശീയമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പല സംഭവവികാസങ്ങളും ഉണ്ടായി. ഇന്ത്യയിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 പാർട്ടികളായിട്ട് പിരിഞ്ഞു. അത് സാറിൻ്റെ സ്വത്വത്തെ, സാറിൻ്റെ വികാരവിചാരങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമാണ്. അതേസമയം ആ ചരിത്ര മുഹൂർത്തത്തെ സാറ് സമീപിച്ചതിനെ കുറിച്ച് പലതരം വിമർശനങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കൈരളിയുടെ പ്രേക്ഷകർക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ സാർ എങ്ങനെ ഒരു വലിയ വിശ്വാസ പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളായിട്ട് വീക്ഷിക്കാവുന്ന ആ നാളുകളെ എങ്ങനെ മറികടന്നു, കൊച്ചു ദുഃഖത്തിൻ്റെ പച്ചത്തുരത്തിൽ പിന്നെ അഭയം തേടിയെന്നെല്ലാം പറഞ്ഞ് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ്. വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ നിലപാടുകൾ വിശദീകരിക്കാനുള്ളൊരു സന്ദർഭമാണ്. എന്തായാലും ഈ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, കടപ്പാട് പോലും തോന്നുന്നു. കാരണം ഈ മനസ്സിൽ തട്ടിയ ഒരു ദുഃഖം, സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിൽ യവതുഷങ്കോ ഒരു കവിത എഴുതി, റഷ്യ ഈസ് ലോസ്റ്റ് ഇൻ റഷ്യ എന്ന്.
റഷ്യയിൽ വെച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. ഒരു അന്ധയായ ഒരു മുത്തശ്ശി തൻ്റെ പൈക്കിടാവിനെ കാണാതെ പോയി നിലവിളിച്ചലയുന്നത് പോലെ റഷ്യയെ അദ്ദേഹം ഓർമ്മിക്കുന്നു. വൈക്കോൽ കൂനയിൽ കാണാതെ പോയ ഒരു തൂശി അന്വേഷിക്കുന്നത് പോലെ, തിരയുന്നത് പോലെ റഷ്യയെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. യവതുഷങ്കോയെ പോലെ ഒരു കവിക്ക് മാത്രമേ അത് പറയാൻ സാധിക്കൂ. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നേതാവിനത് പറയാൻ പറ്റില്ല. അതൊരു കവിയുടെ പ്രതിസ്പന്ദമാണ്. അതുപോലെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ദുഃഖങ്ങൾ ആ അവസരത്തിൽ, ഈ നമ്മൾ വളരെയധികം സ്നേഹിച്ച, ഒരു പക്ഷേ മാനസികമായിട്ട് വളരെയധികം സമരസപ്പെട്ട ഒരു പ്രസ്ഥാനം രണ്ട് കക്ഷികളായി മാറുകയും ഏറ്റവും അധികം ആദരിച്ചവർ ഈ രണ്ടിലായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന ഒരവസരം വരികയും അവർ തമ്മിൽ ശക്തിയായിരിക്കുന്ന വാക്പോരുകളൊക്കെ നടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദുഃഖമുണ്ടായി. ആ ദുഃഖം ആവിഷ്കരിക്കാതെ ഒളിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇൻ്റലക്ച്വൽ ഓണസ്റ്റി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു സത്യസന്ധതയല്ല. അതുപോലെ പൊയറ്റിക് ഓണസ്റ്റി എന്നും പറയാം. ഇൻ്റലക്ച്വൽ ഓണസ്റ്റി പോലെ തന്നെ പൊയറ്റിക് ഓണസ്റ്റി ഉണ്ട്. കാവ്യ നീതി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കവിക്ക് കുറച്ച് സത്യസന്ധത വേണം. പക്ഷേ ഈ സത്യസന്ധത വിളിച്ചു പറയുന്നത് ചില ആളുകൾ ഒരു ദിവസം രാവിലെ ചേരി മാറി നിന്നുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന ചേരിയെ അപ്പടി ചീത്ത പറയുന്ന ഒരു സ്വഭാവം ഇപ്പോഴുണ്ട്. രാജ്യരാമാനം ഇന്നലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയമസഭയിലോ രാജ്യസഭയിലോ പാർലമെൻറ്റിലോ പ്രതിനിധീകരിച്ച ഒരാൾ തികഞ്ഞും മറ്റേ ക്യാമ്പിലേക്ക് രാജ്യരാമാനം യാതൊരു മനസാക്ഷി കുത്തും കൂടാതെ മാറുമ്പോൾ അത് അതേമാതിരി കവിയെ കാണരുത്. ഏറ്റവും മനോഹരമായ നാളത്തെ ലോകത്തിൻ്റെ ഒരു നിർവചനമാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ആ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയും എന്ന നില വന്നു കഴിയുമ്പോൾ കൺസേൺ ഫോർ ദി അതർ പേഴ്സൺ ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് സിവിലൈസേഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ ബ്ലൂ പ്രിൻറ്റിന് അപ്പുറത്തൊരു പ്രിൻ്റ് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അത് മാർസ് ഉണ്ടാക്കിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു. അതാണ് ആ മനുഷ്യൻ്റെ ഉള്ള സ്നേഹം. അതേ സമയത്ത് ആ മനുഷ്യൻ ഒന്നാന്തരം ഒരു മനുഷ്യനായിരുന്നു. സ്നേഹിച്ചു, ജന്യമായിട്ടുള്ള ബന്ധം, തൻ്റെ കുടുംബത്തിലെ മക്കൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം. ആ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ അദ്ദേഹം ഇങ്ങനെ നിന്നുകൊണ്ട്, ഇരിക്കാൻ വയ്യാതെ നിന്നുകൊണ്ട് എഴുതിയ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിവിടെ വെച്ചുകൊണ്ട് എഴുതി ആ ഇങ്ങനെ. അതോ ജർമ്മനിയിലെ എത്രയോ ഉന്നതമായ പൊസിഷൻസ് അദ്ദേഹത്തിന് പലരും കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ചെയ്തു. അതൊക്കെ ഒരു വലിയ ത്യാഗമാണ്. ഇതെല്ലാം സാറ് ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻവാക്ക് ഉറങ്ങാതിരിക്കും. ആ നിൻവാക്ക് എന്താണെന്നറിയാമോ? നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടിയും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും ശ്രമിക്കുന്ന ഒരു ലോകം വരണം എന്ന ആ വാക്കാണ് ഞാൻ അവിടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഈ ദാർശനികമായ തലങ്ങളിലേക്കെല്ലാം സാറിൻ്റെ സർഗാത്മരചനകൾ വികസിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ പാരിസ്ഥിതികമായ അവബോധം സാറിൻ്റെ രചനകളിൽ സ്വാഭാവികമായി കടന്നു വരുന്ന ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഭൂമിക്കൊരു ചരമഗീതം പോലെയെല്ലാമുള്ള രചനകൾ, വരുന്ന നൂറ്റാണ്ടിൽ ഒരു ദിനം. അപ്പോൾ ഇതിൽ സാറിൻ്റെ വിസ്തൃതമായ വായനയും ലോകസംഭവവാസങ്ങളുടെ വിശകലനവും ഇത് ഈ കവിതയായിട്ട് ഊറിക്കൂടുന്ന ഒരു അനുഭവം, കവിതയിലേക്ക് സംക്രമിക്കുന്ന സഞ്ചിത സംസ്കാരം എന്നാണ് സാങ്കേതികമായി പറയുക. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ ഉയിരറ്റ നിൻ മുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയെല്ലാരും ഈ ഞാനും. ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി,
നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് കവിതയാകുമ്പോൾ തന്നെ കർമ്മമായി മാറുന്നുണ്ട്. അതെ. ഇപ്പോൾ സൈലൻറ്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനത്തിൽ അല്ലാതെ ഈ കവിതയിൽ കൂടി സഹകരിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇപ്പോൾ സുഗതകുമാരിയൊക്കെ ചെയ്ത പോലെയൊന്നും ചെയ്തിട്ടില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിൽ ഒരു വളരെ വ്യക്തമായൊരു നിലപാട് സാറ് അതെ, അവിടെ എനിക്ക് ഈ ഒരു കവിക്ക് എത്ര കണ്ട് രാഷ്ട്രീയത്തിൽ സഫലമായി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് വരുമ്പോൾ ടാഗോറും ഗാന്ധിയും തമ്മിലുണ്ടായ സംവാദങ്ങൾ പുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, അറിയാമല്ലോ. ഞാനവിടെ ടാഗോറിൻ്റെ പക്ഷത്താണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചയാളാണ് ടാഗോർ. പക്ഷേ മഹാത്മാഗാന്ധി പല കാര്യങ്ങളിലേക്കും ടാഗോറിനെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പോയില്ല. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു വൊക്കേഷൻ, ഒരു സെൻസ് ഓഫ് വൊക്കേഷൻ, ഒരു നിയുക്തതാബോധം ഉണ്ട്. ഈ പറഞ്ഞ ദാർശനിക തലങ്ങളിലേക്കൊന്നും പോയിട്ടല്ല പലരും കവിതയെ ആസ്വദിക്കുന്നത്. കവിതയുടെ വാച്യാർത്ഥത്തിൽ വെച്ച് തന്നെ ആസ്വാദനം നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവരിൽ പലരും എന്നോട് ചോദിച്ചു, താൻ ഭൂമിക്കൊരു ചരമഗീതം പാടിയില്ലേ? ഇത്രയും പെസിമിസ്റ്റിക്കായിട്ട് ഒരു 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 പുരോഗമന പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു കവിക്ക് ഇത്രയും പെസിമിസ്റ്റ് ആവാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് എന്നോട് ചോദിച്ചു ചില ആളുകൾ. രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ്. അത് യഥാർത്ഥ പെസിമിസം അല്ല, ഈ അത് പെസിമിസം അല്ല, അത് മനസ്സിലാവുന്നില്ല. അതെ, അതൊരാഘാതമേൽപ്പിക്കലാണ്. നമ്മുടെ അമ്മയെ കൊല്ലുകയാണ് ഈ ചെയ്യുന്നതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം അത് ഏൽപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. മരണമേ വരങ്കിരാതെ ഭരണമാർന്ന ഭൂമിയിലെന്ന് വൈലോപ്പള്ളി പറയുന്ന മുക്തിവാസനയല്ല. അതല്ല ഈ സാഹചര്യത്തിൽ ഇതിനേക്കാളും പിന്നെ ആശാസ്യം മരണമാണെന്ന് പറയുമ്പോൾ സാഹചര്യത്തിൻ്റെ ഭീകരത ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. സ്ത്രീയുടെ വേദനയും സ്ത്രീയുടെ പ്രശ്നങ്ങളും സാറിൻ്റെ രചനകളിൽ ഇതുപോലെ തന്നെ പാരിസ്ഥിതിക അവബോധം പോലെ തന്നെയുള്ള ഒരു അടിസ്ഥാന ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ സാറിൻ്റെ സർഗാത്മക പരിണാമങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് സ്വയംവരം, മാധവി എന്ന ഒരു ഇതിഹാസത്തിലെ കഥാപാത്രത്തെ എടുത്ത് സ്ത്രീത്വത്തിൻ്റെ അവസ്ഥയെ ചിത്രീകരിക്കാൻ വേണ്ടി സാറ് പിന്നെ തയ്യാറാവുകയുണ്ടായി. ഒന്ന് പറയുമോ അതിനെക്കുറിച്ച് സാറിൻ്റെ? അല്ല, മാധവിയുടെ കഥ എടുക്കാനൊരു കാരണം, ഒരിക്കലും ഈ ആൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് ഈ മഹാഭാരതത്തിലെ നായികമാരെ പറ്റി ഒരു വനിതാ വേദി എന്തോ ഉണ്ട് എഴുതാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ സീത, പിന്നെ വാഞ്ചാലി തുടങ്ങിയ എല്ലാവരെ പറ്റി, അതെ, അപൂർവ നായികമാർ, അപ്രശസ്ത നായികമാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാധവിയെ പറ്റി തേടി പിടിച്ചാണ് ഈ ഞാൻ എഴുതി ചെറിയൊരു വായിച്ചിട്ടുണ്ട്. സരവിനി എഴുതി അവിടെ പ്രക്ഷേപണം നടത്തുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഈ അപ്രശസ്ത നായികയിലാണ് നമ്മൾ വളരെയധികം ഈ അപ്രശസ്ത നായികയുടെ ജീവിതം നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വെറും ക്രയവിക്രയ സാധനമായിട്ട് ഈ സ്ത്രീയെ മാറ്റുന്നതും അതിനോടൊരു സ്ത്രീ പ്രതിഷേധിച്ചതും വ്യാസൻ എഴുതിയിരിക്കുന്നല്ലോ എന്ന് തോന്നി. അപ്പോൾ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന ഒരു ചൊല്ലുണ്ട്. വ്യാസൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണതേ ഉള്ളൂ. അപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടിലാണ് എഴുതിയത്. ഈ 20-ാം നൂറ്റാണ്ടിലെ ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ പോലും ഒരു സ്പിരിറ്റ് അതിനകത്തുണ്ട്. എവിടെയാണ് അവൾ പറയുന്നു, തന്നോടൊപ്പം പുറത്ത 3 രാജാക്കന്മാരും തൻ്റെ മുമ്പിൽ സ്വയംവരാർത്ഥികളായിട്ട് വന്നിരിക്കുമ്പോൾ അവരെ നോക്കി ഈ വർണ്ണമാലി ഒഴിച്ചിട്ട് 3 രാജാക്കന്മാരുടെയും ഒരു മഹർഷിയുടെയും കൂടെ പുറത്തവളാണ് ഞാൻ, 4 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, നിങ്ങൾക്ക് വേണോ എന്നെ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മുഖത്ത് ഫെമിനിസത്തിൻ്റെ ഏറ്റവും വലിയൊരു അന്തസ്സുള്ള ചോദ്യമാണ് അവിടെ. അല്ലാതെ അവിടെ ഫെമിനിസം എന്ന് പറയുന്നത് വസ്ത്രം എങ്ങനെ വേണം, പിന്നെ ഭർത്താവിനെ വരുമ്പോൾ കാല് പൊക്കി സ്റ്റൂളിലോട്ട് വയ്ക്കണോ എന്നുള്ളതല്ല അവിടെ ചർച്ചാ വിഷയം. എന്നിട്ട് അവൾ ഞാൻ ഈ വനത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞ ആ വർണ്ണമാല്യം വനത്തിലേക്ക് എറിഞ്ഞു ഓടി അപ്രത്യക്ഷയായി. ഇതിൽ പരം ഒരു അതിമനോഹരമായ, ശക്തമായ, രൂക്ഷമായ അല്ലെങ്കിൽ തീക്ഷ്ണമായ ഒരു ഫെമിനിസ്റ്റ് സ്പിരിറ്റ് ഉള്ള ഒരു കഥയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് എഴുതിയതാണ്. പിന്നീട് ഈ ഫെമിനിസം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന പല സംഗതികളിൽ ഞാൻ നോക്കിയപ്പോൾ ഈ മാധവി എന്ന കഥാപാത്രത്തെ വ്യാസൻ സൃഷ്ടിച്ചു എത്ര യുഗങ്ങൾക്കപ്പുറത്താണ്. അപ്പോൾ ഈ വ്യാസന് ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒരു തിരുവാഴ്ത്തോടുകൂടിയാണ് ഞാൻ ഈ സ്വയംവരം കവിത എഴുതിയിട്ടുള്ളത്. അത് മോഡേണിസം ഒന്നുമില്ല അതിനകത്ത്.
പക്ഷേ വ്യാസന് ഒരു തിരുവാഴ്ത്ത്, വ്യാസൻ ആരെയെല്ലാം വ്യാസൻ എഴുതി കൊടുത്ത ഗണപതി സങ്കല്പത്തിലുണ്ടല്ലോ, ഈ ഇടതടവില്ലാതെ എഴുതുന്ന ഒരുത്തം വേണമെന്ന് പറയുമ്പോൾ വിഘ്നേശ്വരനെ പറ്റിയുള്ള അതൊക്കെ കഥകളാണ്, കൽപ്പനകളാണെന്ന് വയ്ക്കുക. ആ വിഘ്നേശ്വരൻ വരെ തിരുവാഴ്ത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കവിത എഴുതിയത്. പക്ഷേ അത്രത്തോളമൊന്നും അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കാനൊന്നും പിന്നെ ലീലാവതി ടീച്ചറെ പോലെയോ അല്ലെങ്കിൽ അപൂർവം ചില ആളുകളല്ലാതെ പലരും അതിന് ശ്രമിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിന്താവിഷ്ടയായ സീതയിലൂടെ കുമാരനാശാൻ നിർവഹിച്ച അത് പറഞ്ഞത് EMS ആണ്. ഈ സ്വയംവരത്തെപ്പറ്റി EMS ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. കാളിദാസൻ വ്യാസനെയും വാത്മീയെയും പോലെ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരുടെ ഒരു അനന്തരവൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും സർഗാത്മക സംഭാവന നൽകിയ ആളാണ്. കാളിദാസനെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ സാർ ഉജ്ജയിനിയിൽ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉജ്ജയിനിയുടെ എൻ്റെ സുഹൃത്ത് പ്രഭാവർമ്മ വളരെ നല്ലൊരു നിരൂപണം ഉജ്ജയിനിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എങ്കിലും നിരൂപക സമൂഹം ഉജ്ജയിനിയെ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ വേണ്ടത്ര അർഹിക്കുന്ന നിലയിൽ വിലയിരുത്തി എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഈ സ്വയംവരത്തെക്കാളും കുറച്ച് കൂടുതൽ നല്ല വിലയിരുത്തൽ ഉജ്ജയിനിക്ക് വന്നിട്ടുണ്ട്. വളരെയധികം ഇകഴ്ത്തി പറഞ്ഞവരുമുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഉജ്ജയിനി എഴുതാനുണ്ടായ ആ സാഹചര്യം അത് ഒരു പെട്ടെന്നുണ്ടായതല്ല. ഞാൻ ഈ കോളേജിൽ പഠിപ്പിക്കാൻ വന്ന കാലം തൊട്ട് എല്ലാ വർഷവും ഈ BAയ്ക്കും അതുപോലെ തന്നെ MAയ്ക്കും എല്ലാം കാളിദാസൻ്റെ ഒരു പുസ്തകം ഉണ്ടാകും, ഒരു നാടകം ഉണ്ടാകും. അതിലേതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു പുസ്തകം എല്ലാ വർഷവും പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാളിദാസനെ ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുന്നു, എന്തൊരു ദാർശനിക ദീപ്തിയുള്ള കവിതയാണ്. സ്ത്രീ പുരുഷ ബന്ധത്തെ ഇത്രയും മാന്യമായി ഇത്രയും അന്തസ്സായി നിർവഹിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ വേറെയില്ല. കുമാരസംഭവത്തിൽ കഥയുടെ ഭാഗമായിട്ടാണ് ഒരു സംഭവ ശൃംഗാരപരമായ ഒരു സർഗമുണ്ട്, അത് ആവശ്യമാണ്. നേരെ മറിച്ച് വാഗർത്ഥാവ്യം, അതെ അതെ അല്ല അത് സൗന്ദര്യം ആണ്. വാഗർത്ഥാവിവ സംപൃക്തൗ എന്നാണ് ശിവനെയും പാർവതിയും കൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ പരം ഒരു പാരസ്പര്യത്തിൻ്റെ പരമശോഭയുള്ള ഒരു ഉപമയാണ് വാക്കുമർത്ഥവും പോലെ ഇരിക്കുന്ന ശിവനെയും പാർവതി. വേറെ ചിലർ ശിവനെയും പാർവതിയും വർണ്ണിക്കുന്നത് ഇവിടെ പറയാൻ കൊള്ളില്ല, ആ തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാളിദാസൻ വെറും ഒരു വിഷയലംബടനും മദ്യപാനിയും അങ്ങനെ സന്മാർഗ ഉല്ലംഘിച്ചുകൊണ്ട് ഞാൻ വലിയ ജീനിയസ് ആയതുകൊണ്ട് എനിക്ക് സന്മാർഗമൊന്നുമില്ലെന്ന് പറഞ്ഞ് നടന്ന ആളാണെന്നുള്ള മട്ടിലും വിഡ്ഢിയാണെന്നുള്ള മട്ടിലുമൊക്കെ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെറും അസൂയ കൊണ്ടാണെന്നും അതിനതീതമായ ഒരു കാളിദാസനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയുന്നത് വ്യാഖ്യാനിക്കാൻ എനിക്കറിഞ്ഞുകൂടാ, ഒരു സഹജാവബോധം തോന്നി. അങ്ങനെ പഠിപ്പിച്ചിങ്ങനെ വരുമ്പോഴാണ് എനിക്ക് ഈ മാളവ്യാഗ്നിമിത്രത്തിലെയും അതുപോലെ ഈ രഘുവംശത്തിലെയും ശാകുന്തളത്തിലെയും ഒക്കെ ഈ വന്ദന ശ്ലോകങ്ങൾ, ആദ്യത്തെ ശ്ലോകങ്ങൾ അത് പഠിപ്പിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ എത്രയോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തന്നെ 8 അംഗങ്ങൾ പോലെയുള്ള ശിവനെ എന്നൊക്കെയാണ് പറയും, ശിവനെ സ്തുതിച്ചിരിക്കുന്നത്. ഹിമാലയത്തെ ഭൂമി അളക്കാനുള്ള ചങ്ങലയായിട്ട്. അതെ. അപ്പോൾ ഈ എൻ്റെ ഭൂമി, അതുപോലെ ഈ കേരള നാരിമാർ പട്ടാളക്കാരിങ്ങനെ ഉപദ്രവിക്കാതെ പട്ടാളക്കാർ ഇങ്ങനെ കുളമ്പടിച്ച് കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ പോകുമ്പോൾ ആ കുതിരക്കുളമ്പടിയിൽ നിന്ന് ഉയരുന്ന ചുവന്ന പൊടി കേരള നാരിമാർക്ക് സീമന്ത കുങ്കുമം ഇട്ടുകൊടുത്തു എന്നൊക്കെ പറയും. ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറയാത്തൊരു സംഗതിയുണ്ട്, ഈ പട്ടാളക്കാർ പോകുന്നത് സ്ത്രീകൾ നോക്കി നിൽക്കണമെങ്കിൽ ഉപദ്രവിക്കില്ലെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിലല്ലേ. അപ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ രഘുവിൻ്റെ പട്ടാളക്കാർ ഇതുവഴി കുതിച്ചു പോയതെന്നും കേരളത്തിലെ സ്ത്രീകൾ അത് നോക്കി നിന്നെന്നും സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു എന്നൊക്കെ ഈ ഇന്ത്യ മുഴുവൻ കണ്ട ഒരു മനുഷ്യനാണ് കാളിദാസൻ, സംശയമൊന്നുമില്ല. ഭൂമിയിൽ നിന്നിട്ട് അതെ ആകാശത്ത് നിന്നാൽ ഹിമാലയം എങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ഞാൻ ഹിമാലയം കണ്ടത് അതിൻ്റെ മീതെ കൂടെ എയറോ ഫ്ലോട്ടിലൊരിക്കൽ നല്ല സമയത്ത് പറന്നപ്പോഴാണ് സൂര്യനും ചന്ദ്രനും അപ്പുറവും നിൽക്കുന്നത് കണ്ടത്. കാളിദാസൻ്റെ കാലത്ത് വിമാനമൊന്നുമില്ല, താഴെ നിന്ന് കണ്ടതെല്ലാം. ആ മനുഷ്യനെ കുറ്റവിമുക്തനാക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ മാളവികയുടെ നേർക്കുള്ള സ്നേഹവും ഒരു കാമുകനായി, ഒരു വളരെ അന്തസ്സുറ്റ ഒരു കാമുകനാക്കി, അതിൻ്റെ ദുരന്തം കൽപ്പിച്ച് ഒരു കഥയുണ്ടാക്കി കാളിദാസനെ പറ്റി ഒരു കവിത എഴുതുകയാണ്.
ഒ എൻ വി സാറിൻ്റെ നാടകഗാന ശാഖയിലെയും അതുപോലെ ചലച്ചിത്രഗാന ശാഖയിലെയും സംഭാവനകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പ്രത്യേക സാഹിത്യ ശാഖയായി തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ചലച്ചിത്ര ഗാന ശാഖയെന്നല്ല, ഒ എൻ വി സാറും ഭാസ്കരൻ മാഷും വയലാർ രാമവർമ്മയും എല്ലാം നൽകിയ സംഭാവനകളുടെ